കേരള മാപ്പിള കലാശാലയുടെ പീർ കോപ്പിയാർ പുരസ്കാര സമർപ്പണവും സോവനീർ കവർ പ്രകാശനവും കണ്ണൂർ സിറ്റി മുസ്ലിം ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പ്രമുഖ മാധ്യമപ്രവർത്തകനും നടനുമായ KPK വെങ്ങര ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വിചക്ഷണനും വ്യാപാര പ്രമുഖനുമായ ഡോക്ടർ TP മുഹമ്മദിന് പീർ മുഹമ്മദ് ഓർമ്മ പുസ്തകത്തിൻ്റെ കവർ നൽകിക്കൊണ്ട് ബഷീർ പെരുവളത്ത് പറമ്പ് കവർ പ്രകാശനം നിർവഹിച്ചു. യൂനുസ് കണ്ണൂർ, CVA കുട്ടി ചെറുവാടി തുടങ്ങിയവർ സംബന്ധിച്ചു. കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് ശ്രദ്ധേയരായ നൌഷാദ് ബാബു, പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ്, റസാഖ് കരിവള്ളൂർ, രാഘവൻ ഏച്ചൂർ, സീന കാസർഗോഡ്, ഉസ്മാൻ P വടക്കുംപാട്, ജാബിർ പാലത്തുങ്കര, റിജിൽ മാക്കുറ്റി, ഷർഫുദ്ദീൻ ഫാറൂഖി കണ്ണൂർ സ്നേഹതീരം തുടങ്ങിയവർ പീർ മുഹമ്മദ് പുരസ്കാരം ഏറ്റുവാങ്ങി. കലാപരിപാടിയും അരങ്ങേറി. അറബ് മലയാളത്തിൽ ആദ്യമായി ആലേഖനം ചെയ്യപ്പെട്ട ശീലുകളാണ് മഹദീന്മാരിലുള്ളത്. അതൊക്കെ ആശയപരമായ ആഴത്തിലേക്കൊന്നും ഞാൻ കിടക്കില്ല. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് മനുഷ്യന്റെ കാലത്തിന്റെ പരിണാമം അനുസരിച്ച് ഉണ്ടായ വ്യതിയാനങ്ങളിൽ നിന്ന് മൊഹീദ്ദീൻമാരിൽ നിന്ന് താജുദ്ദീൻ വടകരയിലേക്ക് മാപ്പിളപ്പാട്ട്, അതോടനുബന്ധിച്ചുള്ള മറ്റു കലകളും അതിനനുബന്ധിച്ച ആളുകളോടൊപ്പം യാത്രയായിട്ടുണ്ട്. പരിഷ്കാരങ്ങളും സംസ്കൃതികളും ഒക്കെ കൂടിച്ചേർന്ന് എന്തായി എന്ന് ഞാൻ നൗഷാദ് ബാബു ചോദിക്കുന്നില്ല. ഇന്ന് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ തെയ്യമുണ്ട്. തെയ്യം പണ്ട് കുളിയൻ എന്ന് പറയുന്നൊരു തെയ്യം, കുളിയൻ എന്ന് ചുരുക്കപ്പേരിൽ പറയും. ഇതിന് സാധാരണ നമ്മുടെ പച്ചപ്പാള അവിടെ തന്നെ എഴുതിയിട്ടാണ് കെട്ടുക. അവിടെ തന്നെ ഓലയൊക്കെ വെച്ചിട്ട് കെട്ടും. കൈക്കൊക്കെ വേറെ ഒരു പരിപാടിയില്ല, ഒരു ചൂരുണ്ടാവും. ഈ മുഖപ്പാടം ഈ ഓലയും മാത്രമേ ഉണ്ടാവും. ഇപ്പോഴത് കാണാൻ ഒരു ചന്താണെന്നറിയാമോ? നല്ല വെൽവെറ്റിന്റെ കയ്യോടെ കാലോടെയൊക്കെ ഇത് കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ വിശ്വാസത്തിന്റെ പുറത്ത് തേച്ച് വെച്ച ഒരുപാട് ചായങ്ങളുണ്ട്. അതിൽ ഏത് വേണം ഏത് വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ആസ്വാദകന്റെ മനസ്സിൽ.